അസ്സലാമലൈക്കും. Hi Shabaz, how are you? എന്താണ് ഞാൻ സലാം പറഞ്ഞിട്ട് നീ സലാം അടക്കാത്തത്? എടാ അതൊക്കെ പണ്ടത്തെ ആളുകൾ പറയുന്നതല്ലേ. എടാ നീ മദ്രസയിലൊന്നും പോയിട്ടില്ലേ? മദ്രാസിലോ? എന്റെ മാമാടെ കൂടെ ഞാൻ പണ്ട് പോയിട്ടുണ്ട്, അത് നല്ല സ്ഥലമാ. എടാ പൊട്ട, മദ്രാസിൽ പോയിട്ടുണ്ടോ എന്നല്ല, മദ്രസയിൽ പോയിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. എടാ അതൊക്കെ വിട്. എന്റെ മുടിയുടെ സ്റ്റൈൽ എങ്ങനെയുണ്ട്, എന്റെ പാന്റിന്റെ സ്റ്റൈൽ എങ്ങനെയുണ്ട്? ഇത് ഇപ്പോഴത്തെ ആർനെക്സിൽ വേഷമാണ്. എടാ ഞാൻ ചോദിക്കായിരിക്കുന്നു, എന്താടാ നിന്റെ പാന്റിൽ പട്ടി കടിച്ചോ? നിന്റെ മുടിയിൽ തീ പിടിച്ചോ? എടാ ഷഫാസെ, ഇത് ഇപ്പോഴത്തെ സ്റ്റൈലാണ്. ജുബ്ബയും മുണ്ടും തൊപ്പിയിട്ട് നടക്കുന്നത് നിനക്കെന്തറിയാം? യാ റബ്ബേ, ഇത് ഇസ്ലാമിന്റെ വേഷമാ. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന വേഷം. നീ അതിന്റെയൊക്കെ പുറകെ പൊക്കോ. എനിക്ക് ഈ സ്റ്റൈലിൽ നടന്നാലാണ് യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടും. എന്താണ് യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ്? എനിക്ക് മനസ്സിലായില്ല. എടാ എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്, ഫിറോസ് വ്ലോഗ് എന്നാണ് പേര്. 5000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എടാ ഇതൊക്കെ തെറ്റല്ലേ? നിന്റെ ഉമ്മയും ഉപ്പയും വിലക്കാറില്ലേ? എടാ അവർക്കൊക്കെ വേറെ യൂട്യൂബ് ചാനലുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇക്കാക്കയുടെ ബർത്ത്ഡേക്ക് 25,000 കൊടുത്ത 6,000 സബ്സ്ക്രൈബേഴ്സ് എടുത്തത്. എടാ ഒരു ബർത്ത്ഡേ ചെലവിന് 25,000 രൂപയോ? ഇതൊക്കെ ആഡംബരമല്ലേ? അതിനെന്താടാ, എന്റെ വാപ്പയുടെ കയ്യിൽ പൂത്ത കാശല്ലേ. എടാ നിന്റെ വാപ്പ സ്വതൊക്കെ ചെയ്യാറില്ലേ? ഉണ്ടടാ, റമദാനിൽ കീറി 5ന്റെയും 10ന്റെയും നോട്ട് ഇപ്പോഴേ ശേഖരിക്കാറുണ്ട്. എടാ റമദാനിൽ നൽകുന്ന 5ന്റെയും 10ന്റെയും രൂപയല്ല സ്വതുക്ക, നമ്മുടെ സമ്പത്തിന്റെ നിശ്ചിത അളവ് പാവപ്പെട്ടവർക്കും രോഗികൾക്കും നൽകുന്നതിനാണ് സ്വതുക്ക എന്ന് പറയുന്നത്. നമ്മുടെ അധ്വാനം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനാണോ സ്വതക്ക എന്ന് പറയുന്നത്? എടാ ഫിറോസെ, നിനക്ക് അവിടെ തെറ്റി. അള്ളാഹു നൽകുന്ന സമ്പത്തിനും ആയുസിനും കുട്ടികൾക്കും നാളെ ആഹാരത്തിൽ ചോദ്യമുണ്ട്. എടാ അതൊക്കെ മരിക്കുമ്പോഴല്ലേ? 90 വയസ്സ് കഴിഞ്ഞേ മരിക്കൂ. എനിക്ക് 14 വയസ്സായിട്ടുള്ളൂ. എടാ ഫിറോസെ, മരണം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. മരണത്തെ കുറിച്ച് ഓർത്താലേ നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടൂ. ഇതൊക്കെ ആരാടാ നിന്നെ പഠിപ്പിച്ചത്? മുടങ്ങാതെ മദ്രസയിൽ വരണം, ഇസ്ലാം ദീൻ പഠിക്കണം. ഇത്രയൊക്കെ പഠിക്കാനുണ്ടോ ദീൻ ഇസ്ലാം? പിന്നെ ഈ ലോകത്തെ ഏറ്റവും മനോഹരമായ മതമല്ലേ ദീനുൽ ഇസ്ലാം? ഈ ലോകത്തെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമായ ഒരു ഗ്രന്ഥമുണ്ട്, അതാണ് പരിശുദ്ധമായ ഖുർആൻ. എനിക്ക് ആ ഗ്രന്ഥം പഠിക്കണം. അത് പഠിച്ചാൽ നീ രക്ഷപ്പെട്ടു. ഈ ലോകത്തെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമായി അള്ളാഹു അതിന്റെ ഡോക്ടറും ഖുർആൻ അതിന്റെ മരുന്നുമാണ്. ഇനി ഞാൻ മുടങ്ങാതെ മദ്രസയിൽ വരാം. അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. ആൺമക്കളെ ഫാത്തിമയുടെ മാതൃകയിലും പെൺമക്കളെ ഫാത്തിമ ബീവിയുടെ മാതൃകയിലുമാണ് വളർത്തേണ്ടത്. അസ്സലാമു അലൈക്കും.